കടം വാങ്ങി 6.5 ലക്ഷം കോടി രൂപ കടമെടുത്ത പിണറായി വിജയന് ഈ നാട്ടിൽ ഒരു വികസനവും കൊണ്ടുവരാൻ കഴിയില്ല. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി നേരം വെളുത്താം രാത്രി 12 മണിക്ക് കിടക്കുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടുകയും കുത്തുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കും ഒരു കാര്യം ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ വികസിത ഇന്ത്യ എന്ന മുദ്രാവാക്യം വിളിച്ച് ലോകരാഷ്ട്രങ്ങളിടയിൽ മഹത്തായ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ വെട്ടിത്തിളങ്ങി ഒരു വെള്ളി നക്ഷത്രമായി വളർത്തിക്കൊണ്ടുവന്ന ഇന്ത്യയുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമേ ഈ ആലപ്പുഴ രക്ഷിക്കാൻ കഴിയൂ, കേരളത്തെ രക്ഷിക്കാൻ കഴിയൂ, ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാറാത്തത് മാറും, കേരളവും മാറും, മാറാത്തത് മാറും, ആലപ്പുഴയും മാറും, മാറ്റിയെടുക്കും. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ഇവിടെ ഒരു MLA ഉണ്ടാകും, ഒരു സംശയം വേണ്ട. ആലപ്പുഴയിൽ പല MLA-മാരുണ്ടാകും. കേരളത്തിന്റെ നിയമസഭയിലേക്ക് BJPയുടെ കൊടിയും പിടിച്ച് ഡസൻ കണക്കിന് MLA-മാർ ജാഥയായി പോകുന്ന കാഴ്ച ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു സംശയം വേണ്ട. കേരളം മാറുകയാണ്. കേരളത്തിന്റെ വികസന രംഗം മാറാൻ പോവുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയം മാറാൻ പോവുകയാണ്. ആലപ്പുഴയിൽ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് നമ്മൾ തുടക്കം കുറിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് നേതാക്കന്മാരും മാർക്സിസ്റ്റ് നേതാക്കന്മാരും നെട്ടോട്ടം ഓടുന്നുണ്ട്. മഹാനായ ഒരു നേതാവ് ഇന്നലെ വന്ന് മണ്ണഞ്ചേരിയിൽ ഒരു വാർഡിൽ കോർണർ മീറ്റിംഗിൽ പ്രസംഗിച്ചിട്ട് പോകട്ടെ, ഗതികേട് വരെ ഉണ്ടായിരിക്കുന്നത്. ഗതികേടാണത്. ആ ഗതികേട് കാണേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് അല്പം പോലും ആത്മവിശ്വാസക്കുറവ് വേണ്ട. നമ്മൾ വിജയിക്കാനുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി എന്നോടൊപ്പം ഒരുമയായി, ഒരു ശരീരമായി, ഒരു മനസ്സായി നിൽക്കുന്ന മുഴുവൻ NDAയുടെ പ്രവർത്തകരും ഞാൻ നന്ദിപൂർവ്വം നിങ്ങളെ സ്മരിക്കുന്നു, നിങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. ഈ നാടിന്റെ നന്മയ്ക്കായി, നാടിന്റെ മോചനത്തിനായി, നാടിന്റെ തിരിച്ചുവരവിനായി സഹകരിച്ച നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.